സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്തിന് ജയിലിൽ മതിയായ സംരക്ഷണം നൽകണമെന്ന് ജയിൽ അധികൃതർക്ക് എൻഐഎ കോടതി നിർദ്ദേശം. മാനസികവും ശാരീരികവുമായ പീഡനം ഉണ്ടാകരുതെന്ന് കോടതി ഉത്തരവിട്ടു. ജയിൽ അധികൃതർക്കെതിരായ സരിത്തിന്റെ പരാതിയിൽ തിങ്കളാഴ്ച വാദം കേൾക്കും. അതിനിടെ ജയിൽ മാറ്റണമെന്നാവശ്യപ്പെട്ട് സരിത്തിന്റെ അമ്മ കോടതിയിൽ പരാതി നൽകി. സരിത്തിനെതിരെ ജയിൽ അധികൃതരും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അവധി ദിനത്തിൽ പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് എൻഐഎ കോടതി സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയുടെ പരാതി കേട്ടത്. അഭിഭാഷകരെ ഒഴിവാക്കി ജഡ്ജിയുടെ ചേംബറിൽ നടന്ന മൊഴിയെടുക്കൽ 1.25 മണിക്കൂർ നീണ്ടു. പൂജപ്പുര ജയിൽ സൂപ്രണ്ടടക്കം 3 പേർക്കെതിരാണ് സരിത്തിന്റെ മൊഴിയെന്നാണ് സൂചന. രാത്രിയിൽ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല. ഉറക്കത്തിൽ നിരന്തരം വിളിച്ചുണർത്തുകയാണെന്നും സരിത്ത് കോടതിയെ അറിയിച്ചു. സരിത്തിന്റെ പരാതിയിൽ തിങ്കളാഴ്ച വാദം കേൾക്കുമെന്ന് കോടതി അറിയിച്ചു. പ്രതിക്ക് ജയിലിൽ ശാരീരികവും മാനസികവുമായ പീഡനം ഉണ്ടാവരുതെന്ന് ജയിൽ ഡിജിപിക്ക് കോടതി നിർദ്ദേശം നൽകി. തനിക്ക് ജയിലിൽ ഭീഷണിയുണ്ടെന്നും മുഴുവൻ കാര്യങ്ങളും കോടതിയെ അറിയിച്ചതായും കോടതിയിൽ ഹാജരാക്കി മടങ്ങവേ സരിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ ജയിലിൽ മകന്റെ ജീവന് ഭീഷണിയുള്ളതിനാൽ ജയിൽ മാറ്റണമെന്നാവശ്യപ്പെട്ട് സരിത്തിന്റെ അമ്മ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിൽ പരാതി നൽകി. മകനെ കാണാൻ കോടതിയിലെത്തിയ തന്നോട് അധികൃതർ അപമര്യാദയോടെ പെരുമാറിയതായും പരാതിയിൽ പറയുന്നു. എന്നാൽ പ്രതികൾ ജയിൽ ചട്ടങ്ങൾ പാലിക്കാൻ തയ്യാറാവുന്നില്ലെന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. പുറത്തുനിന്നുള്ള ഭക്ഷണം ആവശ്യപ്പെട്ട് പ്രതികൾ നിരന്തരം ബഹളമുണ്ടാക്കുന്നു. ലഹരി ഉപയോഗം എതിർത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കയർത്തതായും 7-ാം തീയതി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന് പിന്നാലെയാണ് പരാതിയുമായി സരിത്തും അമ്മയും രംഗത്തെത്തിയത്. ന്യൂസ് 18 കൊച്ചി.